Hello, my dear students. It's me, Momsy. Hope all are you doing great. ഇന്നത്തെ നമ്മുടെ സ്റ്റുഡൻറ് സപ്പോർട്ട് കോച്ചിങ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? ഡോക്ടറാണോ, ടീച്ചറാണോ, സയൻറ്റിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആണോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാതൃകയാകുന്ന വ്യക്തിയായിട്ടാണോ? ഈ ഒരു ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? സ്വപ്നങ്ങളില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനമില്ലാത്ത ഒരു യാത്ര പോലെയാണല്ലേ. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിൽ ഏത് വഴിയും ശരിയെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാകും, അതിനും ഒരു കറക്റ്റ് ഡയറക്ഷൻ ഉണ്ടാകും, അല്ലേ? ഒരു സ്റ്റുഡൻറ്റിന് ഡോക്ടർ ആകണമെന്ന് ശരിയായ സ്വപ്നം ഉണ്ടെങ്കിൽ ആ ആള് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റിന് ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ്. സ്വപ്നവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പല വിദ്യാർത്ഥികളും സ്വപ്നവും ലക്ഷ്യവും ഒന്നാണെന്ന് കരുതാറുണ്ട്. എന്നാൽ അവ രണ്ടും ഡിഫറെൻ്റ് ആണ്. സ്വപ്നം അഥവാ ഡ്രീം, എനിക്കൊരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു എഴുത്തുകാരി ആകണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ വിജയിക്കണം, ഇതൊക്കെ സ്വപ്നങ്ങളാണ്. പക്ഷേ ലക്ഷ്യം, ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു വർഷം, ഈ ഒരു അക്കാദമിക് ഇയറിൽ എനിക്ക് 90% മാർക്ക് നേടണം. സോ അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും 1 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കണം, ഓരോ മന്തും ഞാൻ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. സ്വപ്നങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കും, ലക്ഷ്യങ്ങൾ നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങൾ ആരെയൊക്കെയാണ് സഹായിക്കുന്നത്, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. അതാണ് നിങ്ങളുടെ വിഷൻ. വിഷൻ എന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ മനസ്സിൽ കാണാനുള്ള കഴിവാണ്. വലിയ വിജയങ്ങളെല്ലാം ഒരു വിഷനിൽ നിന്നാണ് ആരംഭിച്ചത്. സോ സ്മാർട്ട് ഗോൾസ് എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും സ്മാർട്ടായിരിക്കണം. സ്മാർട്ട് എന്നൊരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. എസ് ഫോർ സ്പെസിഫിക്, വ്യക്തമായിട്ടുള്ള ലക്ഷ്യം. ഞാൻ നന്നായി പഠിക്കുമെന്നതിന് പകരം ഞാൻ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, ഞാൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം. ആൻഡ് എം ഫോർ മെഷറബിൾ, നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് ഈ ഒരു എക്സാമിൽ, ഈ ഒരു എക്സാമിൽ എനിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് നേടണം എന്നുള്ള ഒരു കറക്റ്റ് ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് എ ഫോർ അച്ചീവബിൾ, നമുക്ക് നേടാൻ കഴിയുന്നതായിരിക്കണം. ആർ ഫോർ റെലവൻറ്റ്, നമ്മളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ടിരിക്കണം. ടി ഫോർ ടൈം ബൗണ്ട്, സമയപരിധി ഉണ്ടായിരിക്കണം. അടുത്ത 3 മാസത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തീർക്കും എന്നുള്ള കറക്റ്റ് ഒരു ഗോൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങളൊരു ചെറിയൊരു പേപ്പർ എടുക്കുക, അതിൽ 3 കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? രണ്ടാമത്തേത്, ഈ ഒരു ഇയർ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം, ആ ഒരു സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഗോൾസ് എന്താണ്? ആൻഡ് തേർഡ് തിങ്, നാളെ തൊട്ടിട്ട് നിങ്ങൾ ആരംഭിക്കുന്ന നിങ്ങളുടെ ഒരു ചെറിയൊരു ആക്ഷൻസ് കാര്യങ്ങൾ എന്താണ്, അതും നിങ്ങൾ എഴുതുക. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, വലിയ സ്വപ്നങ്ങൾ ചെറിയ ചെറിയ ആക്ഷനിൽ നിന്നാണ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഭയപ്പെടരുത്. ചെറിയ ഗ്രാമത്തിൽ നിന്നായാലും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണണം. സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതായാലും നിങ്ങൾ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ഇന്ന് നിങ്ങൾ എവിടെയാണെന്നത് പ്രധാനമല്ല, നിങ്ങൾക്ക് എവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. സോ നിങ്ങളെല്ലാവരും സ്വപ്നം കാണുക, അതിനൊരു ലക്ഷ്യം നിശ്ചയിക്കുക,
ആ ലക്ഷ്യത്തിനായി ദിവസവും ചെറിയ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലോട്ട് നടന്നെത്തിയിട്ടുണ്ട് എന്നുള്ളത്. സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വരും സെഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.